ഇന്ന് പഞ്ച് ബ്രേക്കിൽ നമ്മൾ ബട്ടർ കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അവധി സമയത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ് ബട്ടർ കുക്കീസ്. അപ്പം അതിനോടൊപ്പം എന്നെ ഇന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അമ്മു, മിന്നു, തോബു എല്ലാവരും എന്നെ ഷേപ്പ് ചെയ്ത് സഹായിക്കും. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കുക്കീസിന് ബട്ടർ കുക്കീസിന് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തേക്കുന്നത്, 100 ഗ്രാമിൻ്റേത്. അപ്പം നമുക്ക് വേണ്ടിയത് 170 ആണ്. ഇത് 100 ഗ്രാം ഫുള്ളുണ്ട്. ഇന്നൊരു സ്വല്പം മാറ്റി കഴിയുമ്പോൾ 170 അങ്ങ് ശരിയായി. ഇതിൻ്റെ മുക്കാലിടം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതാണ് അതിൻ്റെ പരുവേ. ഇത്ര അലുത്തിരിക്കണം, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ അതിനൊന്ന് നമുക്ക് സ്ലോ ആയിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. വലിയ ബലം കൊടുക്കണ്ട. ഒരു സ്പാറ്റിലയും കൊണ്ട് വലിയ ശക്തി കൊടുക്കാതെ ഒന്ന് സ്മാഷ് ചെയ്യാം. വലിയ കട്ടയില്ലാതെ എല്ലാത്തിനെയും ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് ഈ കപ്പാണ്, കപ്പിൻ്റെ അളവിൽ ഞാൻ 1.25 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര. ഈ കപ്പിൻ്റെ അളവിൽ 1.25 പൊടിച്ച പഞ്ചസാര. അതിനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നോക്കി, എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ വെള്ളം, അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ റൈസ് ബ്രാൻഡ് ഓയില്, ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കേഴ്സിൻ്റെ ആണ് ബേക്കിംഗ് പൗഡർ. അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് ചെയ്യുന്നത്. അപ്പം നോയമ്പ് സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുക്കീസ് ഉണ്ടാക്കാം. ഇതിന് പകരം മുട്ടയുടെ മഞ്ഞ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കണ്ടോ, പൊങ്ങി പതഞ്ഞ് വരുന്നത്. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മൈദ, ഞാൻ 2.5 കപ്പ്, കപ്പിനളന്ന് 2.5 കപ്പാണ്. അത് ഒറ്റയടിക്കിടരുത്, കുറച്ചായിട്ടിട്ട് ഇളക്കാണ്. നല്ലൊരു കുഴച്ച് നല്ല ഒരു ഡവായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 1/4 ഭാഗം മതിയേ. ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമുക്ക് കൊക്കോ ചേർക്കാനായിട്ട് മാറ്റുകയാണ്. അപ്പം ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ കൊക്കോ പൊടി. അതിൻ്റെ കൂടെ ടേസ്റ്റിന് ഇച്ചിരി കാപ്പിപ്പൊടി, 1 ടീസ്പൂൺ കോഫി പൗഡർ. അപ്പം ഞാൻ നെസ്കഫയാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള കാപ്പിപ്പൊടി ഉപയോഗിക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് കുഴക്കണം. ഇതിലേക്ക് നമ്മുടെ വൈറ്റ് പോർഷനിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ
കോൺഫ്ലവർ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഫുൾ വാനില എസൻസ്, ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഈ ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യുന്നത് എൻ്റെ കൊച്ചുമക്കളായ അമ്മു മിന്നുവാണ്. അപ്പോൾ അവർക്കുള്ള പോർഷൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എടുത്തു വെച്ച് കണ്ടല്ലോ, ഒരു പോർഷൻ. ഇനി ഈ പോർഷനെ നമ്മൾ വൈറ്റും ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാണേ. റോൾ ചെയ്തിട്ട് ഞാനൊരു 5 പോർഷനായിട്ട് ഇതിനെ മുറിച്ചു. ഓരോ പോർഷനും എടുത്തിട്ട് അതിനെ ഇങ്ങനെ നീളത്തിൽ ഷേപ്പ് ചെയ്യാണ്. കണ്ടോ, ഇതേപോലെ ഇതെല്ലാം ഷേപ്പ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ്, അതിനെ നമ്മൾ ഇത് 5 ഉള്ളതുകൊണ്ട് ഞാനിതിനെ ഇടയ്ക്ക് കയറ്റാനായിട്ട് 3 ആയിട്ട് മിക്സ് ചെയ്യണേ, 3 ആയിട്ട് മുറിക്കുകയാണേ. കണ്ടല്ലോ, ഇനി ഇതിനെയും കൂടെ റോൾ ചെയ്ത് നമുക്ക് അതിൻ്റെ പുറത്ത് കയറ്റാമേ. അപ്പം വൈറ്റ് എത്ര ഉണ്ടോ അതിനേക്കാളും 1 മതിയായിരുന്നു, ബ്ലാക്ക് കുറവ്. അപ്പോൾ അതുകൊണ്ട് 5 എണ്ണത്തിൽ ഞാൻ വീണ്ടും മിക്സാക്കി. വൈറ്റ് 4ഉം ചോക്ലേറ്റ് 3ഉം ആണേ. ഓക്കെ, അതിനെയെല്ലാം വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒരു ഷേപ്പ് പിടിച്ചാൽ മതി. കണ്ടോ, ഇതിനെ നമുക്കിനി 15-20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് തണുപ്പാക്കിയെടുക്കണം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി അതിനെ നമുക്ക് മുറിച്ചിടാമേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ്. കണ്ടോ, നല്ല ഷേപ്പായിരിക്കുന്നില്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ട്രെയിലേക്ക് കണ്ടിച്ച് വെച്ചിട്ട് അടുക്കി വെക്കാമേ. ഇന്ന് തന്നെ ബിസ്ക്കറ്റിന് ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് അമ്മുവും മിന്നുവുമാണ്. ഹായ് പറ അമ്മു. ഹായ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഷേപ്പുകൾ നമുക്ക് നോക്കാം. രണ്ട് സൈഡിലും വെച്ച് ഞാൻ അമ്മു ചെയ്തേ. അമ്മുവിൻ്റെ ഹാർട്ട്. സ്റ്റാർ, അമ്മുവിന്റെ സ്റ്റാർ. അടുത്ത് അപ്പൊ അതാ കണ്ടോ, ട്രെയിലേക്ക് ഇങ്ങനെ നമ്മൾ നിരത്തി അല്പം അകലം കൊടുത്ത് വേണം ഇതിനെ പാക്ക് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ വികസിച്ച് വരും. അതുകൊണ്ടാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഇത് 170 ഡിഗ്രിയിൽ നമ്മൾ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ പോവാണേ. ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അറിയേണ്ട കാര്യം, ഇത് ഓവനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1/4 മണിക്കൂർ കഴിഞ്ഞേ നമ്മളിത് തൊടാവും, എന്നാലേ ഇത് ക്രിസ്പി ആവത്തുള്ളൂ. നോക്കാം. കണ്ടോ, ഇത് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി അവരുടെ ഹാർട്ട് ഷേപ്പ് നോക്കാം. കണ്ടോ, അപ്പം ഈ റെഫ്രിജറേറ്ററിൽ വെക്കുന്ന സമയത്ത് പറയാൻ ഞാൻ മറന്നുപോയി, അത് ചിൽ ട്രേയിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കരുത്. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷേപ്പിന് വേണ്ടി മാത്രമാണ് അത് ഏറ്റവും നല്ലത്. ഈ ഹാർട്ട് ഷേപ്പിനും മറ്റേതിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഷേപ്പ് പിടിച്ചങ്ങ് വെച്ചാൽ മതി.